എല്ലാവർക്കും പ്ലസ് 1 ഹിസ്റ്ററിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത് റോമൻ റിപ്പബ്ലിക്കിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ റോമാ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന റോമാ സാമ്രാജ്യം എങ്ങനെയാണ് റിപ്പബ്ലിക് ആയതെന്നും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, റോമൻ റിപ്പബ്ലിക്ക് 509 മുതൽ 27 BC വരെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മൊണാർക്കി എക്സിസ്റ്റഡ് ഇൻ റോം ഇൻ ദ ബിഗിനിങ്. ആദ്യ കാലഘട്ടത്തിൽ റോമിലുണ്ടായിരുന്നത് ഒരു മൊണാർക്കി ആയിരുന്നു, അല്ലെങ്കിൽ എന്താണ് രാജഭരണമായിരുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ റോം ഒരു രാജാവിൻ്റെ കീഴിലായിരുന്നു. ഇപ്പോൾ റോമൻ എന്ന് പറഞ്ഞൊരു എംപയർ ഉണ്ടായപ്പോഴേക്കും റോമിനകത്ത് എന്ത് ഭരണമായിരുന്നു? ഒരു മൊണാർക്കി അല്ലെങ്കിൽ രാജാവിൻ്റെ ഭരണമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറയാം. ഇൻ 509 BC 509 BCയിൽ ഈ ഒരു മൊണാർക്കിയെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൊണാർക്കിയെ ഓവർത്രോൺ ചെയ്തുകൊണ്ട് അവിടെ എന്തുണ്ടായി? ഒരു റിപ്പബ്ലിക്ക് ഫോം ചെയ്തു, അല്ലെങ്കിൽ ഒരു റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനം എവിടെ ഉണ്ടായി? റോമിൽ ഉണ്ടാകുകയും ചെയ്തു. ഇനി ഈ റിപ്പബ്ലിക്കൻ ഭരണം വന്നപ്പോഴേക്കും റോമിലെ പ്രധാനപ്പെട്ട അതോറിറ്റി ആയിട്ട് അല്ലെങ്കിൽ കേന്ദ്ര ഭരണമായിട്ട് സെനറ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് എമർജ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആരാണ് സെനറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെനറ്റ് വാസ് എ സ്മോൾ ബോഡി ഇൻ ഗവൺമെൻറ്. റോമൻ ഗവൺമെൻറ് ഒരു സ്മോൾ ബോഡി, ഒരു ചെറിയ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? സെനറ്റ് എന്ന് വിളിക്കുന്നത്. വിച്ച് വാസ് ഡോമിനേറ്റഡ് ബൈ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് വെൽത്തി ഫാമിലീസ് ഹു ഫോംഡ് ദ നൊബിലിറ്റി. അതായത് നോബിൾസ്, പ്രഭുക്കന്മാരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതായത് വെൽത്തി ആയിട്ടുള്ള ധാരാളം സമ്പാദ്യം കയ്യിലുണ്ടായിട്ടുള്ള ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് വെൽത്തി നോബിൾസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? സെനറ്റ് എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോൾ ഈ സെനറ്റ് ആയിരുന്നു റോമൻ റിപ്പബ്ലിക്കിലെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത്. റോമൻ റിപ്പബ്ലിക്കായി മാറിയതിന് ശേഷം അതിൻ്റെ അതോറിറ്റി ആരുടെ കയ്യിലായിരുന്നു? സെനറ്റിൻ്റെ കയ്യിലായിരുന്നു. സെനറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് വാസ് എ സ്മോൾ ബോഡി ഇൻ റോമൻ ഗവൺമെൻറ് ഡോമിനേറ്റ് ബൈ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് വെൽത്തി ഫാമിലീസ് ഹു ഫോംഡ് ദ നൊബിലിറ്റി. നൊബിലിറ്റി അല്ലെങ്കിൽ പ്രഭുക്കന്മാരായിട്ടുള്ള ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവർ എന്ത് ചെയ്യപ്പെട്ടു? റോമൻ എംപയറിൻ്റെ ഒരു ഭാഗമായിട്ട് വർക്ക് ചെയ്യും. അവർ റോമിൽ അധികാരത്തിൽ വരികയും ചെയ്തു. ഇൻ 27 BC 27 BC ആയപ്പോഴേക്കും ദ റിപ്പബ്ലിക് വാസ് ഓവർത്രോൺ ബൈ ദ ഒക്ടേവിയൻ വാസ് ദ അഡോപ്റ്റഡ് സൺ ആൻഡ് ഹെയർ ഓഫ് ജൂലിയസ് സീസർ. ജൂലിയസ് സീസറിൻ്റെ അഡോപ്റ്റഡ് സൺ എന്ന് വെച്ചാൽ ദത്തുപുത്രനായിരുന്ന ഒക്ടേവിയൻ എന്ന് പറയുന്ന ആൾ BC 27 എന്ത് ചെയ്തു? ഈ സെനറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് റോമിലെ വീണ്ടും എന്തുകൊണ്ടുവന്നു? ഒരു മൊണാർക്കിക്കൽ റൂൾ അല്ലെങ്കിൽ രാജഭരണം കൊണ്ടുവന്നു. പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. 509 എന്ത് ചെയ്യപ്പെടുന്നത്? മൊണാർക്കിയെ അട്ടിമറിച്ചുകൊണ്ട് റിപ്പബ്ലിക്ക് വരുന്നത്. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്തു? 27 BC ഈ പറയുന്ന റിപ്പബ്ലിക്ക് മാറിയിട്ട് പകരം വീണ്ടും അവിടെ എന്ത് വരുന്നത്? ഒരു മൊണാർക്കിക്കൽ റൂൾ വരുന്നത്. ആ സമയത്തെ പ്രധാനപ്പെട്ട റൂളർ എന്ന് പറയുന്ന ആരായിരുന്നു? ഒക്ടേവിയൻ എന്ന് പറയുന്ന ആളാണ്. ഒക്ടേവിയൻ ആരാണെന്ന് വെച്ചാൽ ഹു വാസ് ദ അഡോപ്റ്റഡ് സൺ ആൻഡ് ഹെയർ ഓഫ് ജൂലിയസ് സീസർ. ജൂലിയസ് സീസറിൻ്റെ ദത്തപുത്രനും അനന്തരാവകാശമായിരുന്ന ഒക്ടേവിയൻ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യപ്പെട്ടു? BC 27 അധികാരത്തിൽ വരികയും ചെയ്തു. ഇനി നമ്മൾ നോക്കുന്ന സക്സഷൻ ടു ദ ത്രോൺ ഇൻ റോമൻ എംപയർ. റോമൻ എംപയറിലെ ഒരു സക്സഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്തുടർച്ച അവകാശം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫാമിലി ഡെസൻറ്റ് എയ്തർ നാച്ചുറൽ ഓർ അഡോപ്റ്റീവ് വാസ് ദ ഡിസിസീവ് ഫാക്ടർ ഇൻ ദ സക്സഷൻ ടു ദ ത്രോൺ ഇൻ റോമൻ എംപയർ. റോമൻ എംപയറിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫാമിലി ഡെസൻറ്റ് ആയിരിക്കണം. എന്താണ് ഫാമിലി ഡെസൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? പിന്തുടർച്ച, അതായത് കുടുംബത്തിൽ നിന്ന് തന്നെയുള്ളൊരു പിന്തുടർച്ച ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എവിടെ ഉണ്ടായിരുന്നത്? റോമിലെ ഒരു രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പറയാം. എയ്തർ നാച്ചുറൽ ഓർ അഡോപ്റ്റീവ്, അത് സ്വന്തം പുത്രനാകാം, അതല്ലെങ്കിൽ അഡോപ്റ്റഡ് സൺ ആകാം. അഡോപ്റ്റഡ് സൺ എന്ന് വെച്ചാൽ ഇപ്പോൾ മക്കളില്ലാത്ത രാജാക്കന്മാർക്ക് എന്ത് ചെയ്യാൻ? പുറത്തുനിന്ന് ആൾക്കാരെ ദത്തെടുത്ത് വളർത്താനുള്ള ഒരു ചോയ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ദത്തെടുക്കുന്ന ആൾക്കാരോ അതല്ലെങ്കിൽ നാച്ചുറലായിട്ട് സ്വന്തമായിട്ടുള്ള മക്കളെയോ എന്തായിട്ട് തീരുമാനിക്കുമ്പോൾ അടുത്ത ഒരു രാജാവായിട്ട് കണക്കാക്കും. വിച്ച് വാസ് എ ഡിസിസീവ് ഫാക്ടർ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഇൻ ദ സക്സഷൻ ടു ദ ത്രോൺ. ത്രോണുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്താണ് സിംഹാസനവുമായിട്ട് ബന്ധപ്പെട്ട അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസിസീവായിട്ടുള്ളൊരു ഫാക്ടറാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന സക്സഷൻ എന്ന് പറയുന്നത്. അത് ഫാമിലി മെമ്പർ ആവാം, അതല്ലെങ്കിൽ അഡോപ്റ്റീവ് സൺ ആയിരിക്കാം. ദ ആർമി വാസ് ഓൾസോ വെറ്റഡ് ടു ദിസ് കൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റിനെ അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നൊരു സിസ്റ്റമാണ് അവിടുത്തെ ആർമി അല്ലെങ്കിൽ സൈന്യം എന്ന് പറയുന്നത്. സൈന്യവും ഈ പറയുന്ന ആ ഒരു സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇനി നമ്മൾ പ്രധാനപ്പെട്ട റോമൻ എംപറേഴ്സിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് പ്രധാനപ്പെട്ട റൂളറാണ് അഗസ്റ്റസ് സീസർ. സീസറിൻ്റെ പീരീഡ് നമ്മൾ നോക്കുമ്പോഴേക്കും 27 BC to 14 CE 27 BC മുതൽ 14 CE വരെ ഉണ്ടായിരുന്ന രാജാവാണ് പറയുന്നത് അഗസ്റ്റസ് സീസർ എന്ന് പറയുന്നത്. ഹി വാസ് ദ ഫസ്റ്റ് റോമൻ എംപറർ. റോമൻ്റെ ഒരു എംപറായിട്ട്, എംപറർ എന്ന് വെച്ചാൽ ചക്രവർത്തിയായിട്ട് അധികാരത്തിൽ വരുന്നത് ആരായിരുന്നു? ഈ പറഞ്ഞ അഗസ്റ്റസ് സീസർ ആയിരുന്നു. ഹിസ് ഒറിജിനൽ നെയിം വാസ് ഒക്ടേവിയൻ. ഒക്ടേവിയൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറഞ്ഞത് ഒക്ടേവിയൻ ആയിരുന്നു.
വാസ് അഡോപ്റ്റഡ് സൺ ഓഫ് ജൂലിയസ് സീസർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജൂലിയസ് സീസറിൻ്റെ അഡോപ്റ്റഡ് സൺ അല്ലെങ്കിൽ നാച്ചുറൽ അഡോപ്റ്റഡ് സൺ അല്ലെങ്കിൽ ഹെയർ ആയിരുന്നു, പിന്തുടർച്ച അവകാശിയായിരുന്നു എന്ന് പറയാം ഈ പറയുന്ന ഒക്ടേവിയൻ എന്ന് പറയാം. ഇനി ഇയാളുടെ പീരീഡിനെ നമ്മൾ നോക്കിയാൽ ഹി എസ്റ്റാബ്ലിഷ്ഡ് ബൈ അഗസ്റ്റസ് കോൾഡ് പ്രിൻസിപ്പേറ്റ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പ്രിൻസിപ്പേറ്റ് എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം എസ്റ്റാബ്ലിഷ് ചെയ്ത രാജാവ് ആരാണ്? ഈ പറയുന്ന ആഗസ്റ്റ്. അദ്ദേഹമാണ്, ആഗസ്റ്റസ് ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? പ്രിൻസിപ്പേറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. ഹി യൂസ് ദ ടൈറ്റിൽ പ്രിൻസപ്പ് മീൻസ് ലീഡിങ് സിറ്റിസൺ. അദ്ദേഹം ഉപയോഗിച്ച മറ്റൊരു ടൈറ്റിലാണ് എന്ന് പറയുന്നത് പ്രിൻസപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ലീഡിങ് സിറ്റിസൺ, നയിക്കുന്ന വ്യക്തി എന്ന പേരിൽ ഒരു പ്രിൻസപ്പ് എന്ന് പറയുന്ന ടൈറ്റിൽ ആര് യൂസ് ചെയ്തു? അഗസ്റ്റസ് സീസർ യൂസ് ചെയ്യുകയും ചെയ്തു. അഗസ്റ്റിൻ ഏജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റിമെമ്പേർഡ് ഫോർ പീസ്. എന്താ റിമെമ്പേർഡ് ഫോർ പീസ് എന്ന് വെച്ചാൽ സമാധാനത്തിന് പേര് കേട്ടൊരു കാലഘട്ടമായിരുന്നു. അതായത് യുദ്ധങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അഗസ്റ്റിൻ ഏജ് എന്ന് പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം ഒക്ടേവിയൻ എന്നാണ്. ജൂലിയസ് സീസറുടെ അഡോപ്റ്റഡ് സണ്ണാണ്. അദ്ദേഹം കൊണ്ടുവന്ന ഭരണ സംവിധാനത്തെ വിളിക്കുന്ന പേര് പ്രിൻസിപ്പേറ്റ് എന്നാണ്. അദ്ദേഹം ഉപയോഗിച്ച ടൈറ്റിൽ എന്ന് പറയുന്നത് പ്രിൻസപ്പാണ്. ഹി വാസ് ദ ഫസ്റ്റ് റോമൻ എംപറർ, ആദ്യത്തെ റോമൻ എംപററാണ്. ദെൻ ഇറ്റ് ബ്രോഡ് പീസ് ആഫ്റ്റർ ഡീക്കേഡ്സ് ഓഫ് ഇന്ത്യൻ സ്ട്രിഫ് ആൻഡ് സെഞ്ചുറീസ് ഓഫ് മിലിറ്ററി കോൺക്വസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യുദ്ധങ്ങളോ പ്രശ്നങ്ങളോ സൈനിക നടപടികളോ ഒന്നുമില്ലാത്ത ഒരു മികച്ച കാലഘട്ടമാണ്, അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ കാലഘട്ടമായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതായത് ആഭ്യന്തരമായിട്ടും പിന്നെന്താണ് പുറത്തും, ആഭ്യന്തരം വെച്ചാൽ രാജ്യത്തിനകത്തുള്ള പ്രശ്നങ്ങളും പിന്നെ രാജ്യത്തിന് പുറത്തുള്ള ആക്രമണങ്ങളോ മിലിറ്ററി കോൺക്വസ്റ്റോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണെന്ന് പറയാം. എക്സ്റ്റേണൽ വാർഫെയർ വാസ് ഓൾസോ മച്ച് ലെസ് കോമൺ ഇൻ ദ ഫസ്റ്റ് 2 centuries. 2 നൂറ്റാണ്ടുകളിൽ എന്തുണ്ടായിരുന്നില്ല എന്ന് പറയാം. എക്സ്റ്റേണൽ വാർഫെയർ, പുറത്തുള്ള രാജ്യങ്ങളെ ആക്രമിക്കുന്ന പരിപാടിയൊക്കെ മച്ച് ലെസ്, വളരെ കുറവായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി സെക്കൻഡ് റോമൻ എംപററുടെ പേരാണ് ടൈബീരിയസ്. ഇതിൻ്റെ കാലഘട്ടം മാത്രം ഓർക്കുക, 14 to 37 CE. ദെൻ നെക്സ്റ്റ് പ്രധാനപ്പെട്ട റൂളറാണ് ഗാലിനസ്. ഗാലിനസിൻ്റെ പീരീഡ് 253 to 268 എന്നാണ്. ഹി ഫോർബേഡ് സെനറ്റേഴ്സ് ഫ്രം സെർവിങ് ആർമി. ആ ഒരു പോയിന്റ് മാത്രം ഓർത്ത് വയ്ക്കുക. ഗലീനിയസ് എന്ന് പറയുന്ന റൂളറിൻ്റെ സമയത്താണ് ഹി ഫോർബേഡ് സെനറ്റേഴ്സ് ഫ്രം സെർവിങ് ദ ആർമി. നമ്മൾ നേരത്തെ പറഞ്ഞ സെനറ്റേഴ്സ് അല്ലെങ്കിൽ സെറ്റിലുണ്ടായിരുന്ന ആൾക്കാരെ ആർമി സെർവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആർമിയിൽ പ്രവർത്തിക്കുന്നത് വിലക്കിക്കൊണ്ട് ഉള്ള ഉത്തരവ് കൊണ്ടുവന്ന ആളാണ് ആരെന്ന് പറയുന്നത് ഗാലിനിയസ് എന്ന് പറയുന്ന റൂളർ. ഹി ഫോർബേഡ് സെനറ്റേഴ്സ് ഫ്രം സെർവിങ് ആർമീസ്. ആർമി സെർവ് ചെയ്യുന്ന അവരെ ഒഴിവാക്കി. അടുത്ത പ്രധാനപ്പെട്ട റൂളറാണ് ഡയക്ലീഷ്യൻ. ഡയക്ലീഷ്യൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 284 CE മുതൽ 305 CE വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഇത് വ്യക്തമായിട്ട് പഠിക്കുക. ഹി ഇൻട്രൊഡ്യൂസ് പൊളിറ്റിക്കൽ റിഫോംസ്. രാഷ്ട്രീയമായിട്ടുള്ള റിഫോംസ്, മാറ്റങ്ങൾ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട രാജാവാണ് ഡയക്ലീഷ്യൻ. ദെൻ ഹി കട്ട് ഡൗൺ ദ ലെങ്ത് ഓഫ് എംപയർ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. ഭരണപരമായിട്ടുള്ള മേന്മകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടു? എംപയറിൻ്റെ ഒരു ലെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ വിസ്തൃതി കുറച്ചു. റീ ഓർഗനൈസ്ഡ് എംപയറിൻ്റെ പ്രോവിൻസസ്. എംപയേഴ്സിനെ പ്രോവിൻസുകളായിട്ട് അല്ലെങ്കിൽ പ്രവിശ്യകളായിട്ട് തരംതിരിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, ഹി ഡിവൈഡഡ് എംപയർ ഇൻറ്റു 2. 2 ഭാഗങ്ങളായിട്ട് എംപയറിനെ ഡിവൈഡ് ചെയ്തു. വെസ്റ്റേൺ റോമൻ എംപയർ എന്നും ഈസ്റ്റേൺ റോമൻ എംപയർ എന്നും. എന്തൊക്കെയായിട്ടാണ്? വെസ്റ്റേൺ റോമൻ എംപയർ എന്നും ഈസ്റ്റേൺ റോമൻ എംപയർ എന്നും പറഞ്ഞ 2 പാർട്ടുകളായിട്ട് എംപയറിനെ ഡിവൈഡ് ചെയ്തു. ഹി ഫോർട്ടിഫൈഡ് ദ ഫ്രോണ്ടിയേഴ്സ്. അദ്ദേഹം അതിർത്തി പ്രദേശങ്ങളെ കോട്ട കെട്ടി തിരിക്കുകയും ചെയ്തു. ഹി സെപ്പറേറ്റ് ദ സിവിലിയൻ ഫ്രം മിലിറ്ററി ഫങ്ഷൻസ്. അതോടൊപ്പം തന്നെ സിവിലിയൻസിൻ്റെ, സാധാരണ ജനങ്ങളെ എന്ത് ചെയ്യപ്പെട്ടു? മിലിറ്ററി ഫംഗ്ഷൻ, നിർബന്ധമായിട്ടുണ്ടായിരുന്ന മിലിറ്ററി ഫംഗ്ഷൻ എന്നൊക്കെ അദ്ദേഹം ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ 2 കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓർക്കുക. വെസ്റ്റേൺ റോമൻ എംപയറും ഈസ്റ്റേൺ റോമൻ എംപയറും. എന്താണ് വെസ്റ്റേൺ റോമൻ എംപയറും ഈസ്റ്റേൺ റോമൻ എംപയറും? ഈ പറയുന്ന 2 ഭാഗങ്ങളായിട്ട്, റോമൻ എംപയറിനെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട്, കിഴക്കൻ റോമ സാമ്രാജ്യം ഈസ്റ്റേൺ റോമൻ എംപയർ എന്നും ദെൻ വെസ്റ്റ് പടിഞ്ഞാറൻ റോമ സാമ്രാജ്യം എന്ന് പറയുന്ന 2 ഭാഗങ്ങളായിട്ട് റോമൻ എംപയറിനെ ഡിവൈഡ് ചെയ്യുകയും സിവിലിയൻസിനെ മിലിറ്ററി ഫംഗ്ഷനിൽ നിന്ന് മാറ്റിയൊക്കെ ചെയ്ത ആരാണ്? ഡയക്ലീഷ്യൻ എന്ന് പറയുന്ന റൂളറാണ്. 284 മുതൽ 305 വരെയുള്ള കാലഘട്ടം. ഇനി നമ്മൾ പഠിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട ആളാണ് കോൺസ്റ്റന്റൈൻ. ഹിസ് പീരീഡ് ഈസ് 306 to 334. 306 മുതൽ 334 വരെയുള്ള കാലഘട്ടത്തിൽ ഭരിച്ച ആരെന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്നത് ഡിക്ലെയർഡ് ക്രിസ്ത്യാനിറ്റി ആസ് ഒഫീഷ്യൽ റിലീജിയൻ ഓഫ് റോമൻ എംപയർ. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ക്രിസ്തുമതം റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ റിലീജിയനായിട്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു ഔദ്യോഗിക മതമായിട്ട് ക്രിസ്ത്യാനിറ്റി എമർജ് ചെയ്യുന്നത് കോൺസ്റ്റന്റൈൻ്റെ കാലഘട്ടത്തിലാണ്. ഹി ക്രിയേറ്റഡ് എ സെക്കൻഡ് ക്യാപിറ്റൽ അറ്റ് എ കോൺസ്റ്റാന്റിനോപ്പിൾ, ദാറ്റ് ഇസ് ഓൾഡ് ബൈസാൻഡിയം. ഓൾഡർ ബൈസാൻഡിയൻ എംപയറിൻ്റെ പ്രദേശമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞ പ്രദേശത്തെ ഒരു സെക്കൻഡ് ക്യാപിറ്റൽ, റോമൻ എംപയറിൻ്റെ സെക്കൻഡ് ക്യാപിറ്റലായിട്ട്
എന്തിനെ കോൺസ്റ്റാന്റിനോപ്പിളിനെ ഡിസൈഡ് ചെയ്യുന്ന ആരുടെ കാലഘട്ടത്തിലാണ് കോൺസ്റ്റന്റൈൻ്റെ കാലഘട്ടത്തിലാണ്. അല്ലെങ്കിൽ ഹു ക്രിയേറ്റഡ് ദി സെക്കൻഡ് ക്യാപിറ്റൽ അറ്റ് കോൺസ്റ്റാന്റിനോപ്പിളിൽ അദ്ദേഹം രണ്ടാമതൊരു തലസ്ഥാന നഗരം പണി കഴിപ്പിച്ചു. ഹി ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ ഡിനോമിനേഷൻ ദ സോളിഡസ്, എ ഗോൾഡ് കോയിൻ. അദ്ദേഹം കൊണ്ടുവന്നൊരു ഗോൾഡ് കോയിൻ്റെ പേരാണ് സോളിഡസ് എന്ന് പറയുന്നത്. അത് പരീക്ഷയ്ക്ക് ചോദിക്കേണ്ട ദ സോളിഡസ് എന്ന് പറയുന്നൊരു ഗോൾഡ് കോയിൻ. എന്ത് കോയിനാണ്? ഗോൾഡ്, സ്വർണ്ണത്തിലുണ്ടാക്കിയൊരു കോയിനാണ്, നാണയമാണ്. അത് കൊണ്ടുവന്നതും ആരാണ്? കോൺസ്റ്റാന്റൈനാണ്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് എക്കണോമിക് റിഫോംസ്, അദ്ദേഹം സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നോക്കുക, ക്രിസ്ത്യാനിറ്റി ഒഫീഷ്യൽ റിലീജിയനായിട്ട് അംഗീകരിച്ചു, സെക്കൻഡ് ക്യാപിറ്റലായിട്ട് എന്ത് ചെയ്യപ്പെട്ടു? കോൺസ്റ്റാന്റിനോപ്പിൾ കൊണ്ടുവന്നു, പിന്നെ സോൾഡസ് എന്ന് പറഞ്ഞൊരു ഗോൾഡ് കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് 3 മെയിൻ പ്ലേയേഴ്സ് ഇൻ ദ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് എംപയർ. റോമൻ സാമ്രാജ്യത്തിനകത്തുള്ള പ്രധാനപ്പെട്ട 3 പ്ലേയേഴ്സ് അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫസ്റ്റ് എന്ന് പറയുന്നത് എംപററാണ്. എംപറർ എന്ന് വെച്ചാൽ ചക്രവർത്തി. വാസ് ദ സോഴ്സ് ഓഫ് അതോറിറ്റി അല്ലെങ്കിൽ എന്താണ് പരമാധികാരം ഒത്തോമാരുടെ കയ്യിലാണ്ടിരിക്കുന്നത് ചക്രവർത്തി അല്ലെങ്കിൽ രാജാവിൻ്റെ കയ്യിലാണ്. ദെൻ സെക്കൻഡ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് സെനറ്റ് എന്നാണ്. സെനറ്റ് എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചു? ബോഡി ഓഫ് വെൽത്തി ഫാമിലീസ്, നോബിൾസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? സെനറ്റ് എന്ന പേരിൽ വിളിക്കുന്നത്. തേർഡ് പാർട്ട് അല്ലെങ്കിൽ തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ദ ആർമി, സൈന്യം. അത് ആ സൈന്യത്തിൻ്റെ പ്രത്യേകത ദേ വെർ പെയ്ഡ് ആൻഡ് പ്രൊഫഷണൽ. എന്താണ് പെയ്ഡ് ആൻഡ് പ്രൊഫഷണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ആർമി സർവീസ് അല്ല, അതിന് വ്യക്തമായിട്ട് റിക്രൂട്ട് ചെയ്യുകയും പ്രൊഫഷണലായിട്ട് ട്രെയിനിങ് കൊടുക്കുകയും അവർക്ക് മന്ത്ലി സാലറി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പെയ്ഡ് ആൻഡ് പ്രൊഫഷണൽ ആർമി. ഈ 3 ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ റോമൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളായിട്ട് വിളിക്കുന്നത്. 3 മെയിൻ പ്ലേയേഴ്സ് ഇൻ ദ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് റോം. റോമൻ സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഗ്രൂപ്പുകളാണ് എംപറർ, സെനറ്റ്, ആർമി എന്നീ 3 കാര്യങ്ങൾ. റോമൻ ആർമിയുടെ പ്രത്യേകത നോക്കുക. എ പെയ്ഡ് ആൻഡ് പ്രൊഫഷണൽ ആർമി. നമ്മൾ പറഞ്ഞ പോലെ സാലറീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശമ്പളം കൊടുക്കുന്ന നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു ആർമിയാണ് എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിലെ ആർമി എന്ന് പറയുന്നത്. സോൾജിയേഴ്സ് ഹാഡ് ടു പുട്ട് അപ്പ് 25 ഇയേഴ്സ് ഓഫ് സർവീസ്. സോൾജിയേഴ്സ് എത്ര വർഷം സർവീസ് ചെയ്യണം? 25 വർഷത്തെ സർവീസ് മസ്റ്റായിട്ട് ചെയ്യണം. ദ എക്സിസ്റ്റൻസ് ഓഫ് പെയ്ഡ് ആർമി വാസ് എ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഓഫ് റോമൻ എംപയർ. റോമൻ സാമ്രാജ്യത്തിലെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന എംപയേഴ്സിനെ വെച്ച് നോക്കുമ്പോഴേക്കും റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പെയ്ഡ് ആർമിയാണ്. പെയ്ഡ് ആർമി എന്ന് വെച്ചാൽ സാലറി കൊടുക്കുന്ന ഒരു ആർമിയാണ്. ബാക്കി എല്ലായിടത്തും ഫ്രീ സർവീസ് ഒക്കെ ആയിരുന്നു. പക്ഷേ റോമൻ എംപയറിൽ ഫ്രീ സർവീസ് ഒന്നുമല്ല, അവർ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് ശമ്പളം നൽകിയിരുന്നു. ദ ആർമി വാസ് ദ ലാർജസ്റ്റ് സിംഗിൾ ഓർഗനൈസ്ഡ് ബോഡി ഓഫ് റോമൻ എംപയർ. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു സിംഗിൾ ലാർജസ്റ്റ് ഓർഗനൈസ്ഡ് ബോഡി ആണ് എന്ന് പറയാം സൈന്യം എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, റോമൻ സാമ്രാജ്യത്തിലെ 3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. അതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സിംഗിൾ ഗ്രൂപ്പാണ് എന്ന് പറയുന്നത് ആർമി എന്ന് പറയുന്നത്. ഇറ്റ് ഹാഡ് ദ പവർ ടു ഡിസൈഡ് ദ ഫേറ്റ് ഓഫ് എംപറേഴ്സ്. രാജാക്കന്മാരുടെ ഭാവിയെ തീരുമാനിക്കാൻ പോലും ആർക്ക് അധികാരമുണ്ടായിരുന്നു? ഈ സൈന്യത്തിന് പവർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈന്യത്തിൻ്റെ സപ്പോർട്ടില്ലാതെ രാജാവിന് എന്ത് ചെയ്യാൻ പറ്റില്ല? രാജ്യം ഭരിക്കാനോ രാജ്യത്തിനകത്ത് കാര്യങ്ങളോ കൊണ്ടുപോകാനായിട്ട് പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവ് ഒരാൾക്കുണ്ടായിരുന്നു, സൈന്യത്തിനുണ്ടായിരുന്നു. ദ ആർമി വാസ് ഹേറ്റഡ് ബൈ സെനറ്റേഴ്സ്. പക്ഷേ ഈ ആർമിയോട് വലിയ ഒരു താല്പര്യം ആർക്കുണ്ടായിരുന്നില്ല? ആ സെനറ്റേഴ്സിന് ഉണ്ടായിരുന്നില്ല. സോ ദ എംപറർ, അരിസ്റ്റോക്രസി ആൻഡ് ദ ആർമി വെർ ദ 3 പ്ലേയേഴ്സ് ഇൻ ദ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് എംപയർ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്? രാജാവിനെയും ഈ പറഞ്ഞ സെനറ്റേഴ്സിനെയും ആർമിയും എല്ലാം ഈ റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ പെയ്ഡ് ആർമിയാണ്, പ്രൊഫഷണൽ ആർമിയാണ്, സിംഗിൾ യൂണിറ്റ് ആണ്. പിന്നെ എന്ത് ചെയ്തിരുന്നു? അവർ രാജാവിൻ്റെ താല്പര്യങ്ങളെക്കാൾ രാജാവിൻ്റെ താല്പര്യങ്ങളെല്ലാം എന്താണ് ഈ പറഞ്ഞ ആർമിയെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അത്രത്തോളം ഉണ്ടായിരുന്നൊരു പവർ ആർക്കുണ്ടായിരുന്നു? ഈ പറയുന്ന സൈന്യത്തിന് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ നോക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ വാസ്റ്റ് റോമൻ എംപയർ. റോമൻ എംപയറിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണ സംവിധാനം എങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത്. ദ വാസ്റ്റ് റോമൻ എംപയർ വാസ് കൺട്രോൾഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അർബനൈസേഷൻ. നമ്മുടെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ എന്താണ് അർബനൈസേഷൻ? നഗരവൽക്കരണം അല്ലേ. നഗരവൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റികൾ, ഏറ്റവും കൂടുതലായിട്ട് സിറ്റികളുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് എന്ത് പറയാം? റോമൻ എംപയർ എന്ന് പറയാം. ദ വാസ്റ്റ് റോമൻ എംപയർ വാസ് കൺട്രോൾഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ്. ഈ വാസ്റ്റായിട്ടുള്ള വിശാലമായ റോമൻ സാമ്രാജ്യം ഭരിക്കാനും അതിനെ നിയന്ത്രിക്കാനുമെല്ലാം ഏത് സഹായിച്ചു? ഈ പറയുന്ന നഗരവൽക്കരണം അല്ലെങ്കിൽ നഗരങ്ങൾ ഉണ്ടാക്കിയത് അതിനെ സഹായിച്ചു. All the territories in the empire were organized into provinces and were subject to taxation. റോമാ സാമ്രാജ്യത്തിലെ എല്ലാ പ്രദേശങ്ങളെയും പ്രോവിൻസുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയും ആ പ്രോവിൻസുകളിൽ നിന്നെല്ലാം ടാക്സ് ആര് കളക്ട് ചെയ്യുകയും ചെയ്തു? എംപറർ കളക്ട് ചെയ്യുകയും ചെയ്തു. ഈ ടാക്സ് ആണ് രാജ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുവരുന്നത്.
Carthage, Alexandria, Antioch that lined the shores of Mediterranean were the foundations of the imperial system. രാജകീയമായിട്ടുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഒരു മൊണാർക്കിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോഴേക്കും അല്ലെങ്കിൽ സാമ്രാജ്യത്വപരമായിട്ട് നോക്കുമ്പോഴേക്കും ഈ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ കാർത്തേജ്, അലക്സാണ്ട്രിയ, ആൻറ്റിയോക്ക് ഈ പറയുന്ന പ്രദേശങ്ങൾ അത് മെഡിറ്ററേനിയൻ സീയുടെ തീരപ്രദേശങ്ങൾ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലുണ്ടായിരുന്ന ഏരിയാസാണ് കാർത്തേജ്, അലക്സാണ്ട്രിയ, ആൻറ്റിയോക്ക് തുടങ്ങിയ പ്രദേശങ്ങൾ. ഈ പറയുന്ന പ്രദേശങ്ങളാണ് ഈ റോമൻ എംപയറിൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ട് വർക്ക് ചെയ്തത്. ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ അടിസ്ഥാനമായിട്ട് അവിടുത്തെ റോമൻ സാമ്രാജ്യത്തിലെ രാജഭരണത്തിൻ്റെ ഫൗണ്ടേഷനായിട്ട് വർക്ക് ചെയ്ത പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? കാർത്തേജ്, അലക്സാണ്ട്രിയ, ആൻറ്റിയോക്ക് തുടങ്ങിയ പ്രദേശങ്ങളാണ്. they were lined the shores of മെഡിറ്ററേനിയൻ തീരപ്രദേശങ്ങളിലുണ്ടായിരുന്ന പ്രദേശങ്ങളായിരുന്നു ഇവ. It was through these cities that the government was able to collect tax from the provincial countryside which generated much of the wealth. ഈ പറഞ്ഞ പ്രദേശങ്ങൾ കൂടിയാണ് എന്ത് ചെയ്തത്? ഗവൺമെൻറ് കളക്റ്റഡ് ടാക്സ് ഫ്രം പ്രൊവിൻഷ്യൽ കൺട്രീസൈഡ്. ഈ പറഞ്ഞ പ്രവിശ്യകൾക്ക് പുറത്തുള്ള പ്രവിശ്യകളോട് ചേർന്ന് കിടക്കുന്ന വില്ലേജുകൾ, അവിടെയാണ് ധാരാളമായിട്ട് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ധാരാളമായിട്ടുള്ള വെൽത്ത് കളക്ട് ചെയ്യാനായിട്ട്, അത് ടാക്സിൻ്റെ പേരിൽ കളക്ട് ചെയ്യുന്നത് ഏതിൽ കൂടെയാണ്? ഈ പറയുന്ന പ്രദേശങ്ങളിൽ കൂടെയാണ്. ഏതൊക്കെയാണ്? കാർത്തേജ്, അലക്സാണ്ട്രിയ, ആൻറ്റിയോക്ക് തുടങ്ങിയ പ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന വില്ലേജസ്, കൺട്രി സൈഡ്, നഗരങ്ങളോട് ചേർന്ന പ്രദേശങ്ങളാണ് നമ്മൾ കൺട്രി സൈഡ് എന്ന് വിളിക്കുന്നത്. ആ പറയുന്ന പ്രദേശങ്ങളിൽ ധാരാളമായിട്ടുള്ള വെൽത്ത് ഉണ്ടായിരുന്നു. വെൽത്ത് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഒരുപാട് ആക്ടിവിറ്റീസ് കൂടെ അവർ വെൽത്ത് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ വെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവിടുത്തെ ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. ആ ടാക്സ് കളക്ട് ചെയ്തിരുന്നത് ഏത് വഴിയായിരുന്നു? ഈ പറയുന്ന 3 ഏരിയാസ് വച്ചിട്ട് ആയിരുന്നു എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പ്രോവിൻസുകളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു എന്ന് പറയാം. അപ്പോൾ പ്രോവിൻസിനോട് ചേർന്ന് നിന്ന പ്രദേശങ്ങളിൽ നിന്നും എന്ത് ചെയ്യപ്പെട്ടു? ഈ ടാക്സ് അവർ കളക്ട് ചെയ്തിരുന്നു എന്ന് പറയാം. This shows that the local upper class was actively involved with the Roman state in administrating their own territories and collecting taxes for them. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രദേശങ്ങളിലായിരുന്ന ലോക്കലായിട്ടുള്ള അപ്പർ ക്ലാസ്, അതായത് പ്രാദേശികമായിരുന്ന വരേണ്യവർഗം എന്ത് ചെയ്യപ്പെട്ടു? ദേ ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് വിത്ത് റോമൻ എംപയർ. അവർ ഈ റോമൻ സാമ്രാജ്യമായിട്ട് നന്നായിട്ട് ഒരു ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയാം. എന്തിനൊക്കെയാണ്? ഇൻ അഡ്മിനിസ്ട്രേറ്റിംഗ് ദെയർ ഓൺ ടെറിട്ടറീസ്, അവരുടെ പ്രദേശങ്ങൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ എന്താണ് റോമൻ എംപയറിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആരാണ്? ഇവിടുത്തെ ലോക്കൽ അപ്പർ ക്ലാസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ, ഈ കൺട്രി സൈഡിലുണ്ടായിരുന്ന പ്രദേശങ്ങളെ തദ്ദേശീയമായിട്ട് ആ പ്രദേശങ്ങൾ ഭരിക്കുകയും അവിടെ നിന്ന് അവരുടെ ആവശ്യത്തിനായിട്ടുള്ള ടാക്സ് കളക്ട് ചെയ്യും, പിന്നീട് റോമൻ എംപയറിന് ആവശ്യമായിട്ട് ടാക്സ് കളക്ട് ചെയ്യുകയും ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ അപ്പർ ക്ലാസ് ആയിരുന്നു. Throughout the 2nd and 3rd century, 2-3 നൂറ്റാണ്ടുകളിൽ the provincial upper classes provided experienced officers that administrated the province and commanded the army. 2-3 നൂറ്റാണ്ടുകളായപ്പോഴേക്കും ഈ പറയുന്ന ഇവിടുത്തെ പ്രൊവിൻഷ്യലായിട്ടുള്ള അപ്പർ ക്ലാസ് they provided experienced officers. അവർ ആരെയും കൂടെ നൽകി തുടങ്ങി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ്. ഏതിനൊക്കെ വേണ്ടിയിട്ടാണ്? അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടും പിന്നെ കമാൻഡ് ആർമി കമാൻഡേഴ്സായിട്ടും പിന്നെ എന്താണ് അവിടുത്തെ ക്ലറിക്കൽ പോസ്റ്റിലെയും പിന്നെ പ്രോവിൻസുകൾ ഭരിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലൊക്കെ ആൾക്കാരെ അങ്ങോട്ട് സപ്ലൈ ചെയ്ത് തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ അപ്പർ ക്ലാസ് കൂടുതൽ എന്തായിട്ട് മാറ്റപ്പെട്ടു എന്ന് പറയാം. ഈ ടാക്സ് കളക്ട് ചെയ്യുന്ന ജോലിയിൽ നിന്ന് മാറിയിട്ട് സൈനികപരമായിട്ടും അതിനോടൊപ്പം തന്നെ എന്താണ് ബാക്കിയുള്ള പ്രോവിൻസുകൾ ഭരിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നു തുടങ്ങിയെന്ന് പറയാം. Thus they became the new elite of Roman Empire. അതോടുകൂടി റോമാ സാമ്രാജ്യത്തിലെ ഒരു പുതിയ എലൈറ്റ് ഗ്രൂപ്പായിട്ട് വരേണ്യവർഗം ഉയർന്ന വർഗ്ഗമായിട്ട് ആര് മാറ്റപ്പെടുകയും ചെയ്തു? ഈ പറയുന്ന ലോക്കൽ അപ്പർ ക്ലാസ് മാറ്റപ്പെടുകയും ചെയ്തു. ദേ കൺട്രോൾ ദ ആർമി ആൻഡ് ലുക്ക്ഡ് ആഫ്റ്റർ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. ക്രമേണ അവരെന്ത് ചെയ്യപ്പെട്ടു? സൈന്യത്തിൻ്റെ കാര്യങ്ങൾ നോക്കി തുടങ്ങി, പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, പ്രവിശ്യാഭരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് തുടങ്ങി. ഈ പറഞ്ഞ പുതിയ എലൈറ്റ് ഗ്രൂപ്പ് ഏറ്റെടുത്ത് തുടങ്ങി. They became much more powerful than the senatorial class because they had the backing of emperors. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ നോക്കുമ്പോഴേക്കും സെനറ്റേഴ്സിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസും പവർഫുള്ളുമായിട്ടുള്ള ഗ്രൂപ്പായിട്ട് ആര് വളർന്നു വന്നു? ഈ പറഞ്ഞ അപ്പർ ക്ലാസ് ഉണ്ടായി. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ദേ ഹാഡ് ദ ബാക്കിംഗ് ഓഫ് എംപറേഴ്സ്. രാജാക്കന്മാരുടെ പൂർണ്ണമായ സപ്പോർട്ട് മാർക്കുണ്ടായിരുന്നു ഈ പറയുന്ന അപ്പർ ക്ലാസ്സിനുണ്ടായിരുന്നു. കാരണം അവരാണ് ടാക്സ് കളക്ട് ചെയ്യുന്നതും പ്രൊവിൻഷ്യൽ കമാൻഡിങ് പരിപാടി എല്ലാം ചെയ്യുന്നതുകൊണ്ട് രാജാക്കന്മാരുടെ സപ്പോർട്ടോടു കൂടി ഈ പുതിയ ന്യൂ എലൈറ്റ് ഗ്രൂപ്പ് എവിടെ ഉണ്ടായി? റോമൻ എംപയറിനകത്ത് എത്തുകയും ചെയ്തു. എംപറർ ഗലീനിയസ് കൺസോളിഡേറ്റഡ് ദെയർ റൈസ് to power by excluding senators from military command. ഇനി ഗലേനിയസ് എന്ന് പറയുന്ന രാജാവിൻ്റെ കാലഘട്ടം വന്നപ്പോഴേക്കും ഹി കൺസോളിഡേറ്റഡ് ദെയർ റൈസ്. അവരുടെ ആ ഒരു ഉദയം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യപ്പെട്ടു? അതിനെ കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഗലേനിയസ് ഒരു ആക്ഷൻ എടുത്തു. ഹി എക്സ്ക്ലൂഡിങ് സെനറ്റേഴ്സ് ഫ്രം മിലിറ്ററി കമാൻഡ്.
സെനറ്റേഴ്സിൽ പെടുന്ന ആൾക്കാർക്ക് സൈനികപരമായിട്ടുണ്ടായിരുന്ന എല്ലാ ചുമതലകളും ഇല്ലാതാക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യപ്പെട്ടു, ഈ പുതിയ എലൈറ്റ് ഗ്രൂപ്പ് മിലിറ്ററിയുടെ കാര്യങ്ങൾ ഏറ്റെടുത്തു തുടങ്ങിയും പഴയ സെനറ്റേഴ്സിനെല്ലാം മേലിൽ നിന്ന് മാറ്റുകയും ചെയ്തു, മിലിറ്ററി കമാൻഡിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഹി ഡിഡ് ദിസ് ഇൻ ഓർഡർ ടു പ്രിവെന്റ് കൺട്രോൾ ഓഫ് ദ എംപയർ ഫ്രം ഫാളിംഗ് ടു ദെയർ ഹാൻഡ്സ്. അത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം സെനറ്റേഴ്സ് ഒരു വലിയ ശക്തിയായിട്ട് ഉയർന്നു വരികയും അവർ റോമൻ എംപയറിനൊരു ഭീഷണിയായിട്ട് മാറുകയും ചെയ്യുന്നു മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടു, ഈ ഒരു എംപയറിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സെനറ്റേഴ്സിനെ പൂർണ്ണമായിട്ടും മേലിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു, ഈ പറയുന്ന ഡ്യൂട്ടീസിന് ഒഴിവാക്കുകയും ചെയ്തു എന്ന് പറയാം. ഇനി നമ്മൾ നോക്കുന്നത് മീനിങ് ഓഫ് റോമൻ സിറ്റി. റോമാ സാമ്രാജ്യത്തിൻ്റെ മീനിങ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കുക. അൻ അർബൻ സെൻറ്റർ വിത്ത് ഇറ്റ്സ് ഓൺ മജിസ്ട്രേറ്റ്, സിറ്റി കൗൺസിൽ ആൻഡ് എ ടെറിട്ടറി കണ്ടെയ്നിങ് വില്ലേജസ് അണ്ടർ ഇറ്റ്സ് ജൂറിഡിക്ഷൻ. സിമ്പിളാണ്, ഒരു അർബൻ സെൻറ്ററാണ്, അതിനെന്തൊക്കെയുണ്ട്, ഇറ്റ്സ് ഓൺ മജിസ്ട്രേറ്റ്, അതിൻ്റേതായിട്ടുള്ള ജഡ്ജസ് ഉണ്ട്, മജിസ്ട്രേറ്റ്സ് ഉണ്ട്, സിറ്റി കൗൺസിൽ നഗരകാര്യങ്ങൾ തീരുമാനിക്കുള്ള സിറ്റി കൗൺസിലുണ്ട്, പിന്നെ ഒരു ടെറിട്ടറി കണ്ടെയ്നിങ് വില്ലേജസ്. ഇതിൻ്റെയൊക്കെ കീഴിൽ വരുന്ന വില്ലേജസ് അല്ലെങ്കിൽ ഗ്രാമങ്ങളും കൂടെ ചേർന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്, ഒരു അർബൻ സെൻറ്ററിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്, റോമൻ സിറ്റി എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോൾ റോമൻ സിറ്റിക്കകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, മജിസ്ട്രേറ്റ്സ്, അവരുടേതായ മജിസ്ട്രേറ്റ്, ദെയർ ഓൺ മജിസ്ട്രേറ്റ്, ദെൻ സിറ്റി കൗൺസിൽ, ദെൻ ടെറിട്ടറി കണ്ടെയ്നിങ് വില്ലേജസ്. ഇതിൻ്റെ എല്ലാം കീഴിൽ വരുന്ന കുറേ ടെറിട്ടറീസ്, വില്ലേജസും ഒരു സിറ്റി കൗൺസിലും മജിസ്ട്രേറ്റ്സും കൂടുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഏത് പേര്, ഒരു അർബൻ സെൻറ്ററിനെയാണ് നമ്മൾ റോമൻ സിറ്റി എന്ന പേരിൽ വിളിക്കുന്നത്. ദ വില്ലേജസ് കുഡ് ബി അപ്ഗ്രേഡഡ് ടു ദ സ്റ്റാറ്റസ് ഓഫ് സിറ്റി ആൻഡ് വൈസ് വേഴ്സ, ജനറലി ആസ് മാർക്ക് ഓഫ് ഫേവർ ഫ്രം ദ എംപറർ. അപ്പോൾ ഈ വില്ലേജസ് കാലക്രമേണ എന്തായിട്ട് മാറാം, അപ്ഗ്രേഡഡ് ഇൻ ടു സ്റ്റാറ്റസ് ഓഫ് സിറ്റി, അത് സിറ്റിയായിട്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെടാം. ആൻഡ് വൈസ് വേഴ്സ, ജനറലി ആസ് ദ മാർക്ക് ഓഫ് ഫേവർ ഫ്രം ദ എംപറർ. ആരുടെ സമ്മതത്തോടുകൂടി, രാജാവിൻ്റെ ഫേവറിനനുസരിച്ച്, രാജാവിൻ്റെ താല്പര്യത്തിനനുസരിച്ച് വില്ലേജസിനെ നമുക്ക് എന്തായിട്ട് മാറ്റാൻ വേണമെങ്കിൽ സിറ്റിയായിട്ട് അല്ലെങ്കിൽ നഗരമായിട്ട് മാറ്റാനും സാധിക്കാറുണ്ട്.